രാജ്യത്ത് തീവ്രവാദ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ തീവ്രവാദികൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യൻ സൈന്യം നൽകിയത്. അതുപോലെ വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഇന്ത്യൻ സൈന്യം ഇന്ത്യയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ച തീവ്രവാദികൾക്കും അവരുടെ ആഗ്രഹം ആംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 രൂപ കൂലികൾക്കും നൽകിയത്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ല ഇന്ത്യക്കാർ എന്ന ഒറ്റ വികാരമേ ഇന്ത്യൻ സൈന്യത്തിനുള്ളൂ എന്ന വളരെ വ്യക്തമായ സന്ദേശം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ധരിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ സൈന്യം വളരെ സിംബോളിക്കായ വളരെ ശക്തമായ ഒരു വഴിയാണ് തെരഞ്ഞെടുത്തത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളുടെ ലക്ഷ്യം ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതിനാലാണ് അവർ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് മനസ്സാക്ഷിയില്ലാത്ത ക്രൂരകൃത്യം ചെയ്തത്. അതിനെ തുടർന്ന് തീവ്രവാദികളുടെ അതേ ലക്ഷ്യത്തെ ഇന്ത്യയിലെ വളരെയേറെ 2 രൂപ കൂലികൾ ആംപ്ലിഫൈ ചെയ്ത് മുസ്ലിമുകളെ ആക്രമിക്കുകയും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വിഷം ചീറ്റുകയും ചെയ്തു. ഈ തിരിച്ചടിയെക്കുറിച്ച് ഇന്ത്യക്കാരെ വിവരങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം തെരഞ്ഞെടുത്ത ആളുകൾ വഴി ഈ 2 കൂട്ടരുടെയും ദുരുദ്ദേശമാണ് ഇന്ത്യൻ സേന നിർവീര്യമാക്കിയത്. 2 വ്യക്തമായ സന്ദേശങ്ങളാണ് ഇതുവഴി സൈന്യം നൽകിയത്. ഈ വിവരങ്ങൾ നൽകാൻ തെരഞ്ഞെടുത്തത് 2 വനിതാ പട്ടാളക്കാരെയാണ്. ഒരാൾ മുസ്ലിമും മറ്റൊരാൾ ഹിന്ദുവും. പാകിസ്ഥാന് നൽകിയ ഈ ശക്തമായ തിരിച്ചടിയുടെ വിവരങ്ങൾ വ്യക്തമായി ഇന്ത്യക്കാരെ ബോധിപ്പിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത് മുസ്ലിമായ കേണൽ സോഫിയ ഖുറേഷിയും ഹിന്ദുവായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചേർന്നാണ്. ആദ്യം ഇതിന്റെ വിവരങ്ങൾ ഹിന്ദിയിൽ അറിയിച്ചുകൊണ്ട് സംസാരിച്ചത് കേണൽ സോഫിയ ഖുറേഷി ആയിരുന്നു. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ കേണൽ സോഫിയ ഖുറേഷി, അതുപോലെ എന്റെ ഒപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗും 2025 മെയ് 6 മുതൽ 7 വരെ രാത്രി 1:05 AM 1:30 AM ഇടയിൽ ഭാരതീയ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ ഉണ്ടായ നിന്ദ്യമായ തീവ്രവാദ ആക്രമണത്തിന് ഇരയായ നിഷ്കളങ്കരായ ആളുകൾക്കും അവരുടെ കുടുംബത്തിനും നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ലോഞ്ച് ചെയ്തത്. ഈ ഓപ്പറേഷനിൽ 9 തീവ്രവാദ ക്യാമ്പുകളെ ലക്ഷ്യം വയ്ക്കുകയും അവയെല്ലാം പരിപൂർണമായി തകർക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി തീവ്രവാദ ശൃംഖലകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി വ്യാപിച്ചു കിടന്ന റിക്രൂട്ട്മെന്റ്, തീവ്രവാദവൽക്കരണം, തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ, ലോഞ്ച് പാഡുകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതേ കാര്യങ്ങൾ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇത്. Operation Sindoor was launched by Indian Armed Forces to deliver justice to the victims of Pahalgam terror attack and their families. 9 terrorist camps were targeted and successfully destroyed. Over the last 3 decades, Pakistan has systematically built terror infrastructure. It is a complex web of recruitment and indoctrination centers, training areas for initial and refresher courses, and launch pads for handlers. These camps are located both in Pakistan as well as Pakistan occupied Jammu and Kashmir areas. Some of the well-known training camps are located, as you can see on the screen. They are distributed from Savai Nala in the north, counting to approximately 21, ending at Bhagalpur to the south. ഇതിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർത്ത് രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ടാക്കി ഇന്ത്യയെ തകർക്കുകയായിരുന്നു തീവ്രവാദികളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്ത്യയിൽ നടപ്പില്ല എന്നാണ് സോഫിയ ഖുറേഷിയെയും വ്യോമിക സിംഗിനെയും ഇതിന്റെ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് വഴി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത്. ഒരേ സമയത്ത് തീവ്രവാദികൾക്കും മുസ്ലിമുകൾക്കെതിരെ വിഷം ചീറ്റുന്ന 2 രൂപ കൂലികൾക്കുമുള്ള ശക്തമായ വ്യക്തമായ സന്ദേശം. അതാണ് പറയുന്നത് ഇന്ത്യൻ സൈന്യം എന്നാൽ ഇന്ത്യയുടെ സൈന്യമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളില്ല, പുരുഷനോ സ്ത്രീയോ എന്നില്ല, മറിച്ച് എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ 2ാമത്തെ സന്ദേശം നൽകിയത് 2 വനിതാ പട്ടാളക്കാരെ ഇതിന് നിയോഗിച്ചതിലൂടെയാണ്. അതിന് കാരണം പഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയ ഭീരുക്കളായ തീവ്രവാദികൾ ഭർത്താക്കന്മാരെ കൊല്ലുക വഴി സ്ത്രീകളെയാണ്, അവരുടെ ഭാര്യമാരെയാണ് വിധവകൾ ആക്കിയത്. ആ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരമാണ് അവർ മായ്ച്ചു കളഞ്ഞത്. ഇത്ര ശക്തമായ രീതിയിൽ ഈ 2 സന്ദേശങ്ങളും നൽകിയത് പാകിസ്ഥാന് നേരിട്ട് നൽകിയ തിരിച്ചടി പോലെ തന്നെ സിംബോളിക്കായി നൽകിയ തിരിച്ചടി കൂടിയാണ്.
ഈ പത്രസമ്മേളനത്തിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചത് ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ആയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളും ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഭിന്നത വളർത്താൻ ശ്രമിച്ച തീവ്രവാദികൾക്കും അവരുടെ ക്രൂരമായ ദുരുദ്ദേശം അതേപടി ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ മുസ്ലിമുകൾക്കെതിരെ മതവിദ്വേഷം വളർത്തിയ 2 രൂപ കൂലികൾക്കുമുള്ള ശക്തമായ സന്ദേശമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുകൊള്ളൂ. The manner of the attack was also driven by an objective of provoking communal discord, both in Jammu and Kashmir and the rest of the nation. It is to the credit of the government and the people of India that these designs were foiled. കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. ജമ്മു കാശ്മീരിലും രാജ്യമെമ്പാടും മതസ്പർദ്ധ വളർത്താനുള്ള ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഈ തീവ്രവാദികളുടെ ആക്രമണ രീതി എന്ന്. അതിനാൽ ഗവൺമെന്റിന്റെയും ഇന്ത്യയിലെ ജനങ്ങളുടെയും ആവശ്യമായിരുന്നു ഇത്തരം നിന്ദ്യമായ പ്രവർത്തികളെ മുളയിലെ നുള്ളുക എന്നുള്ളത്. ഇങ്ങനെയായിരിക്കണം ഒരു രാജ്യം മുൻപോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ഈ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് സിഖ് വംശജനായ വ്യക്തിയാണ്. അങ്ങനെ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും ഒരുമിച്ച് ചേർന്ന് ജാതി മത വർഗവർണ്ണ ലിംഗഭേദമില്ലാതെയാണ് രാജ്യത്തിന്റെ യശസ് ഉയർത്തിയത്. സിഖുകാരനായതിന്റെ പേരിൽ ഇദ്ദേഹത്തെ പല പ്രാവശ്യം ഫേക്ക് ഐഡിയുടെ മറവിൽ 2 രൂപ കൂലികൾ ഖാലിസ്ഥാനി തീവ്രവാദി എന്നുവരെ വിളിച്ചിട്ടുള്ളതാണ്. ഇത് 2024 ജൂലൈയിൽ ഇദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിന് താഴെ എക്സ് കോർപ്പറലാണ് എന്ന് പറഞ്ഞ് കള്ള ഐഡി ഉണ്ടാക്കിയ ഒരു 2 രൂപ കൂലി എഴുതിയിരിക്കുന്നത് കണ്ടോ. ഒരു രാജ്യസ്നേഹിയെയും തലപ്പാവിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ഖാലിസ്ഥാനിയെയും എളുപ്പത്തിൽ തിരിച്ചറിയാമെന്ന്. ഇവന്റെയൊക്കെ ജീവൻ കാക്കുന്നത് ഈ പട്ടാളക്കാരാണ് എന്ന് ഒരു നിമിഷം ചിന്തിക്കാൻ അവന്റെ ഉള്ളിൽ കിടക്കുന്ന നുരഞ്ഞു പൊന്തുന്ന മതവിദ്വേഷം അനുവദിക്കുന്നില്ല. ഇതാ വേറെ ഒരുത്തൻ ഈ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്യണമെന്നും അദ്ദേഹത്തെ ഖാലിസ്ഥാനി എന്ന് വിളിക്കുന്നതും. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഒന്നിച്ചു നിന്നാൽ നമ്മൾ ശക്തരായി നിലനിൽക്കും. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖും എന്നതിലുപരി നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള വികാരമാണ് ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ വേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരമായി മതവിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഫേമസ് ആയ ഒരുത്തനാണ് റാൻഡം സേന എന്ന പേരിലുള്ള ഇവൻ. അവൻ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇന്ത്യയിൽ ജീവിക്കുന്ന 25 കോടി ജനങ്ങളെ ഓർത്ത് അവന് സങ്കടം തോന്നുന്നു. അവരുടെ പാകിസ്ഥാനി സഹോദരങ്ങളെ ഇന്ത്യൻ സൈന്യം അടിച്ചു നിരപ്പാക്കിയിരിക്കുകയാണ് എന്ന്. അവൻ ഇങ്ങനെ അധിക്ഷേപിച്ചത് ഇന്ത്യയിലെ 25 കോടി മുസ്ലിങ്ങളെയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയ 7-ാം തീയതിയാണ് ഈ എട്ടുംകെട്ട മനുഷ്യമൃഗം ഇങ്ങനെ ട്വീറ്റ് ചെയ്തത്. എന്നാൽ ഇവനെ പോലെയുള്ളവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാവുകയില്ല. അവന്റെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒരിക്കലും നിരോധിക്കുകയില്ല. അങ്ങനെയാണ് രാജ്യത്ത് പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത്. ഈ സോഫിയ ഖുറേഷിയുടെ പിതാവ് താജ് മുഹമ്മദ് ഖുറേഷിയും ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചതും 1971 പാകിസ്ഥാനെതിരെ പോരാടിയ ആളുമാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് എനിക്ക് ഇപ്പോൾ ഒരു അവസരം നൽകുകയാണെങ്കിൽ അതിർത്തിയിൽ പോയി പാകിസ്ഥാനെ തവിട് പൊടിയാക്കാൻ തയ്യാറാണ് എന്നാണ്. ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമായി പറഞ്ഞത് മതം ഏതാണ് എന്ന് ചോദിച്ച് തീവ്രവാദികൾ നിരപരാധികളെ കൊന്നതിന്റെ കാരണം രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനുള്ള തീവ്രവാദികളുടെ വൃത്തികെട്ട ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള തീവ്രവാദികളുടെ ഗൂഢലക്ഷ്യമാണ് ഇതേപോലെയുള്ള നരാധമന്മാർ ചെയ്യുന്നതും. ഈ സോഫിയ ഖുറേഷിയുടെ വല്യപ്പനും ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ സോഫിയയുടെ അമ്മ ഹലീമ ഖുറേഷി പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ഞങ്ങളുടെ മകൾ രാജ്യത്തിന് വേണ്ടി പോരാടിയതിൽ ഞങ്ങൾ അത്യധികം അഭിമാനിക്കുന്നു. ഇത് പെൺകുട്ടികളെ വിദ്യാഭ്യാസം കൊടുത്തു വളർത്തുന്നതിനും അതുവഴി രാജ്യത്തിന് സേവനമനുഷ്ഠിക്കുന്നതിനും മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. അവരുടെ പിതാവ് താജ് മുഹമ്മദ് ഖുറേഷി പറഞ്ഞതും എന്റെ മകൾ രാജ്യത്തിന് വേണ്ടി ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. ഇങ്ങനെ 2 രീതിയിൽ വളരെ ശക്തമായ സന്ദേശം തീവ്രവാദികൾക്കും രാജ്യത്തിനുള്ളിൽ നിന്ന് മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്ന ഭ്രാന്ത് പിടിച്ചവർക്കും നൽകിയ ഇന്ത്യൻ സൈന്യം എല്ലാവിധ അഭിനന്ദനവും അർഹിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇനിയെങ്കിലും ഇത് കണ്ടെങ്കിലും രാജ്യത്ത് മതവിദ്വേഷം വിളമ്പാൻ ശ്രമിക്കുന്ന കൂലികൾക്ക് മനംമാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.